أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കണമെന്നും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളോടും ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്ന് തീർത്തും വ്യതിരിക്തനാണ് എന്ന് നമുക്കറിയാം. ഈ വ്യതിരിക്തത അഥവാ വ്യത്യാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വിശേഷ ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ വിവേകം കൊണ്ടും വിവേചനശീലം കൊണ്ടും ചില തിരിച്ചറിവുകൾ കൊണ്ടൊക്കെയാണ്. ഇതൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചു പോകും. ഇന്ന് സമൂഹമധ്യേ നമ്മൾ കാണുന്ന തിന്മകളൊക്കെ ഇപ്പറയുന്ന യാഥാർത്ഥ്യങ്ങളെ ശരിവെക്കും വിധത്തിലുള്ള കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ഒന്നൊന്നായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും അതിനേക്കാളൊക്കെ അപകടകാരിയായ ജീവി അല്ലെങ്കിൽ ജന്തു മനുഷ്യൻ്റെ ഇടയിൽ മനുഷ്യൻ തന്നെയാണ്. ഒരു കാട്ടാനയും രണ്ടും മൂന്നും മനുഷ്യന്മാരെ ഒന്നിച്ച് ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ലഹരി ബാധിച്ചിട്ട് തലക്കടിച്ച് കൊല്ലൂല. നേർക്കുനേരെ അതിനെ എതിർക്കാൻ ചെല്ലുമ്പോൾ ചില മൃഗങ്ങളൊക്കെ അക്രമാസക്തമാകും. അങ്ങനെയൊക്കെ നമുക്കറിയാവുന്ന കുറേ സംഗതികളുണ്ട്. എന്നാൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉദാത്തമായ മാതൃകയിൽ ആ മാതൃകയെക്കുറിച്ച് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ ഘടനയിലും ഓരോ അവയവങ്ങളുടെ സ്ഥാനത്തും അതിൻ്റെ വ്യത്യസ്തമായ വളർച്ചയിലും അതിൻ്റെ ഷെയ്പ്പിലും അതിൻ്റെ പ്രകൃതിയിലും ഒക്കെ ഈ അഹ്സനാണ് ആണ് മനുഷ്യൻ്റെ പ്രത്യേകത. ഈ മനുഷ്യൻ തന്നെ നാലേൽമ നടക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഈ അഹ്സനു തഖ്വീം എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോൾ ആ ഉദാത്തമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ പറഞ്ഞ ഒരു വാചകം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. എന്നാൽ ഇതേ മനുഷ്യനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധമന്മാരിൽ അധമനാക്കി മാറ്റിയതും. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അപകടകാരിയായ ജീവിയായി മനുഷ്യൻ മാറും. ഈ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊന്നും മനുഷ്യൻ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നില്ലെങ്കിൽ അവൻ്റെ വിശേഷ ബുദ്ധി കൊണ്ട്, അവൻ്റെ വിവേകം കൊണ്ട്, അവൻ്റെ വിവേചനശീലം കൊണ്ട് അവൻ പരമമായ സത്യത്തെ കണ്ടെത്താൻ തയ്യാറാകണം. അല്ലെങ്കിൽ ആ വിശേഷ ബുദ്ധി കൊണ്ട് എന്ത് പ്രത്യേകത? ജീവിതത്തിൻ്റെ ഭിന്ന സാഹചര്യങ്ങളിലും അവസ്ഥാന്തരങ്ങളിലും മനുഷ്യന് വിവേകപൂർവം പെരുമാറാൻ കഴിയണം. പക്ഷെ കഴിയുന്നില്ലല്ലോ. എത്ര പെട്ടെന്നാണ് മനുഷ്യൻ സ്ഫോടനാത്മകമാകുന്നത്, വൈകാരിക വിക്ഷോഭങ്ങൾക്ക് വിധേയനായി മാറുന്നത്. അതൊന്നും പരത്തി പറയേണ്ടതില്ല. നമ്മൾ പലപ്പോഴായി
കേൾക്കുന്നതും അറിയുന്നതുമായ സംഗതിയാണ്. പരമമായ സത്യം എന്ന് പറയുന്നത് എന്താണ്? അത് പടച്ച റബ്ബാണ്. അൽ ഹഖ്, അത് റഹ്മാനായ റബ്ബാണ്. ആ റബ്ബിനെ കണ്ടെത്താൻ തൻ്റെ വിശേഷ ബുദ്ധി കൊണ്ട് ഈ മനുഷ്യന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ മനുഷ്യന്റെ ആ ഗുണം ഒരിക്കലും അവനിൽ നിക്ഷിപ്തമല്ല. ഈ ഹക്കിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് പ്രവാചക പുങ്കവന്മാരെ തെരഞ്ഞെടുത്തയച്ചത്. ആ പ്രവാചകന്മാർക്ക് അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയത്. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നമുക്കറിയാം. നീ അത്ര വലിയ പ്രവാചകനാണെങ്കിൽ അത് ചെയ്തതാ ഇത് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പ്രവാചകന്മാർ പലപ്പോഴും കൈമലർത്തി. തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ പ്രബോധിത സമൂഹത്തിൽ നിന്ന് സംജാതമാകുമ്പോൾ പടച്ച റബ്ബ് അവർക്ക് ചില ദിവ്യ ദൃഷ്ടാന്തങ്ങൾ നൽകും. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത് വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിനെ എതിർക്കാൻ വേണ്ടി പലപ്പോഴും പല രൂപത്തിലും പല ആളുകളും പല കാലത്തും അങ്ങേയറ്റത്തെ ഭഗീരഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും എന്താണ് ഖുർആൻ എന്നറിയാത്ത ചില കൂപമണ്ടൂകങ്ങൾ ചോദിക്കാറുണ്ട്, അതിൽ വല്ല നന്മയുണ്ടോന്ന്. അങ്ങനെ പറഞ്ഞ് പേരെടുക്കാനാണ്. അതിൽ നന്മയേ ഉള്ളൂ. അതിൻ്റെ A to Z വരെ നന്മയല്ലാത്ത ഒന്നും അതിലില്ല. ഇന്നിന്ന കാര്യങ്ങൾ നന്മയാണ്, ഇന്നിന്ന കാര്യങ്ങൾ തിന്മയാണെന്ന് ഇത്രത്തോളം പഠിപ്പിച്ച വേറൊരു വേദഗ്രന്ഥത്തെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ തങ്ങൾക്കാണ് സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, സാമൂഹ്യ രംഗത്തൊക്കെ വലിയ സ്ഥാനമുള്ളത് എന്ന് മേനി നടിച്ച് നടക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കാതെയാണ്, മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പറയുന്നത്. പഠിച്ചവരൊക്കെ ആ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. അത് വേറൊരു വിഷയം, അവിടെ നിൽക്കട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതുപോലെയുള്ള ഒട്ടേറെ മുഅ്ജിസത്തുകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഈ റജബ് മാസത്തില് വിശ്വാസികളായ നമ്മള് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഇസ്രാ മിഅ്റാജ്. കൂട്ടത്തിൽ പറയേണ്ടത് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നാണ് എന്നതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. അതിൽ പ്രസക്തമായ അഭിപ്രായം ഒന്ന്, നുബുവത്ത് കിട്ടിയ അതേ വർഷം തന്നെയാണ് ഇസ്രാ മിഅ്റാജ് നടന്നതെന്നാണ്. വേറൊരു അഭിപ്രായം നുബുവത്ത് കിട്ടിയ 5 വർഷം കഴിഞ്ഞിട്ടാണ്, അല്ല 10 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ റജബ് 27-നാണ്. ഹിജ്റക്ക് മുമ്പ് 16 മാസം മുമ്പ് ഒരു റമളാൻ 12-നാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. ഹിജ്റക്ക് മുമ്പ് 1 വർഷം മുമ്പ് റബീഉൽ അവ്വലിലാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇതിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല എന്നാണ് എന്ന ഡേറ്റിൽ മാത്രം. അതെന്താ അങ്ങനെ? ആ ഡേറ്റ് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ചൊരു ഇബാദത്ത് റജബ് 27-നാണ്, അതുകൊണ്ട് അന്ന് നോമ്പ് എടുക്കണം, അന്ന് നിസ്കരിക്കണം, അന്ന് ഇന്നതൊക്കെ ചെയ്യണം എന്ന് ഇസ്ലാമിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് അറിഞ്ഞതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു മെച്ചം കിട്ടാൻ പോകുന്നില്ല. അതേസമയത്ത് തർക്കമില്ലാത്തൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇസ്രാ മിഅ്റാജ് എന്നൊരു മുഅ്ജിസത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഇസ്രാ എന്നാണ്. ആ സൂറയുടെ തുടക്കം തന്നെ ഈ ഇസ്രാ മിഅ്റാജിന്റെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. വിശുദ്ധ ഖുർആനിലെ സുബ്ഹാന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം സൂറത്തു യാസീനില് മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ചത് പറയുമ്പോൾ സുബ്ഹാന എന്ന പദം പ്രയോഗിച്ചാണ് ആ സംഗതി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇസ്രാ മിഅ്റാജ് എന്നത് മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച പടച്ച തമ്പുരാന്റെ വിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കട്ടെ, അവൻ പരിശുദ്ധവാനത്രേ. ഇതൊക്കെയാണ് സുബ്ഹാന എന്ന പദത്തിന്റെ അർത്ഥം. എവിടുന്നാണ് രാപ്രയാണം ചെയ്യിച്ചത്? ലൈലൻ, ഒരു രാത്രിയിൽ, മിനൽ മസ്ജിദിൽ ഹറാമി, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, ഒരു മാസത്തെ വഴിദൂരം. അന്നത്തെ വാഹനം ഒട്ടകവും കുതിരയൊക്കെയാണ്. ഏതായിരുന്നാലും ഒരു മാസത്തെ വഴിദൂരമുണ്ട് മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ രാത്രിയുടെ ഒരൊറ്റ ഭാഗം കൊണ്ടാണ്, ഒരു ഫുൾ നൈറ്റ് അല്ല എന്നർത്ഥം. ആ ലൈലൻ എന്ന ആ പ്രയോഗം അതാണ് സൂചിപ്പിക്കുന്നത്. രാത്രിയുടെ ഒരു ചെറിയ യാമത്തിൽ പ്രവാചക പുങ്കവനെയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാപ്രയാണം ചെയ്യിച്ചു. ആ വിഷയത്തിന്റെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂക്തത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്റാ എന്നത് രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ആ ഒരു പ്രയാണമാണ്. അവിടെ കുറെ ആയാത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ 7 ആകാശത്തേക്കും അതുപോലെ തന്നെ ബൈത്തുൽ മഅമൂറിലേക്കും സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്കുമൊക്കെ ആകാശാരോഹണം ചെയ്യിച്ചിട്ടുള്ളത്. ഇതാണ് മിഅ്റാജ്. സംഭവത്തെക്കുറിച്ച് പരത്തിപ്പറയേണ്ട കാര്യമില്ല. ഓരോ വർഷവും നമ്മൾ അതേക്കുറിച്ച് ഓർക്കാറുണ്ട്, കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്. എന്താണ് ഇസ്രാ മിഅ്റാജ്? ഏത് കാലത്തും സത്യവിശ്വാസിക്ക് നൽകുന്ന ചില പാഠങ്ങൾ എന്നതാണ് പ്രസക്തമായ വിഷയം. ഇസ്രാ മിഅ്റാജ് നടക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ഒട്ടുമിക്ക മുഹദ്ദിസുകളും മുഫസ്സിറുകളും പണ്ഡിതന്മാരുമൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് പ്രവാചകനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ സമയമാണ്. ആ കൊല്ലം തന്നെയാണ് തനിക്ക് താങ്ങും തണലുമായി എല്ലാവിധ സംരക്ഷണവും നൽകിയിരുന്ന തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബിന്റെയും മരണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിൽക്കക്കള്ളിയില്ലാതെയാക്കുന്ന ഒരവസ്ഥയാണ് സംജാതമാക്കിയത്. ത്വായിഫിലുള്ള തന്റെ അമ്മാവന്മാരുടെ സഹായം തേടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വളരെ തിക്തമായ ചില അനുഭവങ്ങളാണ് പ്രവാചകന് നേരിടേണ്ടി വന്നത്. തന്റെ അമ്മാവന്മാരൊന്നും സഹായിച്ചില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ അവിടുത്തെ തെമ്മാടി പിള്ളേർക്കും അക്രമികൾക്കും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സ്വതന്ത്രമായൊന്ന് നടക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥ. ആ ഒരു ആമുൽ ഹുസ്നിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് കൈവടിഞ്ഞാലും റഹ്മാനായ റബ്ബ് കൈവടിയില്ല എന്ന ഒരു മഹത്തായ സന്ദേശം വിളിച്ചോതിക്കൊണ്ട്
ഈ ഭൂമിയെല്ലാം പ്രവാചകന് കുടുസായി തോന്നിയപ്പോ പ്രവിശാലമായ വാനലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ശ്രേഷ്ഠനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഏതൊരു വിശ്വാസിക്കും വലിയൊരു സന്ദേശം ഇത് നൽകുന്നുണ്ട്. ജീവിതത്തിൽ എത്രയേറെ ഇടങ്ങേറുകൾ സംഭവിച്ചാലും ആ റബ്ബുമായുള്ള ബന്ധം വിച്ഛേദിക്കാവതല്ല. ആ റബ്ബ് എന്തു ചെയ്യും? ആ സത്യവിശ്വാസിയെ ഏറ്റെടുക്കും. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജുൻ അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഖാരിജല്ലാഹു. ദുഃഖത്തിന്റെ നെടുങ്കയത്തിൽപ്പെട്ട് വല്ലാതെ ഉഴലുന്ന മനുഷ്യ, നീ അങ്ങനെ വിഷമിക്കേണ്ടതില്ല. നിന്റെ ആ വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും നിനക്ക്. ഈ ഒരു സന്ദേശം ഇസ്ലാം വിശ്വാസിയെ പഠിപ്പിക്കുന്നുണ്ട്. അൽ യൗസു യഖ്തഉ അഹ്യാനം ബിസ്വാഹിബിഹി ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശ മനുഷ്യ മനസ്സിനെ ബാധിച്ചാല് അത് ജീവിതത്തെ വല്ലാതെ ശുഷ്കമാക്കിക്കളയും. പക്ഷേ ലാത്തൈ അസന്ന, നീ ഒരിക്കലും സത്യവിശ്വാസിയോടാണ് അഭിസംബോധന ചെയ്യുന്നത്, നീ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഫഇന്നൽ കാഫിയല്ലാഹ്, നിനക്ക് എന്ത് വേണമെങ്കിലും അത് നിവർത്തിച്ചു തരാൻ സർവശക്തനായ റബ്ബിന് കഴിയും. ഈ ഒരു മഹത്തായ സന്ദേശം വിശ്വാസിയെ പഠിപ്പിക്കുക. ഒരുപാട് പാഠങ്ങളുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഉമ്മുഹാനീന്റെ വീട്ടിൽ നിന്ന് അബൂ ത്വാലിബിന്റെ സഹോദരിയായ ഉമ്മു ഹാനിന്റെ വീട്ടിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മസ്ജിദുൽ ഹറാമിൽ പോയി, അവിടെ നിന്ന് ഫിലസ്തീനിലേക്ക് പോയി, അവിടെ നിന്ന് മിഅ്റാജ് നടന്നു എന്ന ഒരു സംഗതി അല്പസമയം കഴിഞ്ഞ് ഉമ്മുഹാനിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ അവർ പറഞ്ഞത്, ഇത് ആളുകളോട് പറയണ്ടാണ്, അല്ലെങ്കിൽ തന്നെ കളവാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സംഗതി കൂടെ പറഞ്ഞാൽ ആൾക്കാരെങ്ങനെ ഇത് വിശ്വസിക്കുക? അതുകൊണ്ട് നിങ്ങളിത് പറയേണ്ടതില്ല എന്നാണ് അവരിൽ നിന്ന് കിട്ടിയ ഉപദേശം. അവർ പറഞ്ഞതുപോലെ തന്നെ സമൂഹം ഒന്നടങ്കം ഇതൊരു ആയുധമായി ഏറ്റെടുത്തു. പ്രവാചകനെ കളവാക്കാനും പ്രവാചകനെ കളയാനും പറ്റിയ ഒരു അവസരമായി അവര് ഇതിനെ കാണുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സമൂഹത്തോട് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും വലിയ ഒരു പടുവിഡ്ഢിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അബൂജഹലിനോട് പറഞ്ഞപ്പോൾ ഇത് എല്ലാവരോടും ഉറക്ക പറയുമെന്നാണ് ചോദിച്ചത്. ഞാൻ ഉറക്ക പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെയാണല്ലോ നിന്റെ സഹോദരൻ ഇപ്പൊ പറയുന്നത്, സുഹൃത്ത് ഇപ്പൊ പറയുന്നത്, ഒന്ന് ചോദിച്ചു നോക്കുന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. എന്റെ പ്രവാചകൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാകാനാണ് സാധ്യത. ഞാനതിനെ സത്യപ്പെടുത്തുന്നു. ഇതിനേക്കാളും വലുത് എന്റെ സുഹൃത്ത് സ്നേഹിതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഏഴാകാശത്തിനപ്പുറത്തു നിന്ന് ദിവ്യ സന്ദേശവുമായി മലക്ക് വരുന്നുണ്ട് എന്നും അത് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെന്താ അപ്പോ അവിടെ പോയെന്നു എന്ന് പറയുന്നത്ര വിശ്വസിക്കാൻ പ്രയാസം? ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അസ്-സിദ്ദീഖ് എന്ന ഒരു സ്ഥാനപ്പേര് ലഭിക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം മസ്ജിദുൽ അഖ്സയുടെ മഹത്വമാണ്. ഇന്നും ആ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ ആരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ ആ വിശ്വാസി സമൂഹത്തിന് ശക്തി പകരാനും ആ മസ്ജിദുൽ അഖ്സ വിശ്വാസികളുടെ കൈകളിലേക്കെത്താനും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മസ്ജിദുൽ അഖ്സ മുഴുവൻ പ്രവാചകൻ പുങ്കവന്മാരുടെയും ഖിബലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ അനുഗ്രഹങ്ങൾ ധന്യമായ ഒരു സ്ഥലമാണത്.
ആ മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം ഇതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മഹത്തായ സംഗതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വെച്ച് ബൈത്തുൽ മഖ്ദസിൽ വെച്ച് ആകാശാരോഹണത്തിന് മുമ്പ് പാലും അതുപോലെ തന്നെ മദ്യവും, ലഹരിയില്ലാത്ത മദ്യമാണ് ഹദീസിലൊക്കെ ഇത്തരത്തിൽ പ്രതിപാദിക്കുന്ന മദ്യം, തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് കൊടുത്തപ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതില് മദ്യമല്ല തെരഞ്ഞെടുത്തത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത് പ്രകൃതിദത്തമായ പാലാണ്. ആ പാലിന്റെ മഹത്വം ഉൾക്കൊള്ളുക, പ്രകൃതിയുടെ മഹത്വം ഉൾക്കൊള്ളുക. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പ്രകൃതി വിരുദ്ധമായ പല സംഗതികളിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവൻ്റെ ജീവിത ശൈലിയെ മൊത്തം അപകടകരമായ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയുടെ പ്രാധാന്യം, ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറല്ലാഹ് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീന് അത് വക്രതയില്ലാത്ത ഹുജുവായ മതമാണ്. അതിലേക്കാകണം നാം നമ്മെ എല്ലാ അർത്ഥത്തിലും തിരിച്ചു നിർത്തേണ്ടത്. അത് അള്ളാഹുവിൻ്റെ ശുദ്ധ പ്രകൃതിയാണ്. അല്ലത്തി ഫതറന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ്. അതിൽ നിന്ന് മനുഷ്യൻ തെറ്റുമ്പോഴാണ് എല്ലാം അവതാളത്തിലാകുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഒക്കെ ഈ പ്രകൃതി ആണ് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത്. പ്രകൃതി വിരുദ്ധമായ സംഗതിക്കാണ് ഇന്ന് വലിയ മൈലേജ് സമൂഹത്തിൽ കിട്ടുന്നത്. ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണില്ലല്ല, ആണ് ആണിനെ കല്യാണം കഴിക്കണില്ല. അതല്ലെങ്കിൽ LGBTQ+ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ മനുഷ്യൻ ഇണചേരാൻ മൃഗത്തെപ്പോലും സമീപിക്കുന്ന ഒരു ദുരന്തം അതിനെ പുരോഗതിയായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഫിത്രത്താണ് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തില്ല? മദ്യം തിരഞ്ഞെടുത്തില്ല. അവിടെ കുടിക്കാൻ തിരഞ്ഞെടുത്തത് പ്രകൃതിദത്തമായ പാലാണ് എന്നർത്ഥം. ഇല്ലെങ്കിൽ നിന്റെ ഉമ്മത്ത് വഴിപിഴക്കുമായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഒരു മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്ത് പരിചയപ്പെടുത്തുന്നിടത്ത് പിന്നെ അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ട്. കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പോ യേശുക്രിസ്തു എന്ത് ചെയ്തു? കാനായിലെ കല്യാണത്തിന് കൽഭരണിയിൽ കൈയിട്ടിക്കാണ്ട് വെള്ളം വീഞ്ഞാക്കി മാറ്റിയെന്ന. ആ ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങള്. ഇന്നിപ്പോ ഇബാദത്തിന്റെ ഭാഗമായിട്ട് പോലും ഈ വീഞ്ഞു കുടിക്കലും, ഒരു അപ്പുണ്ടാക്കുമ്പോ അതുപോലും വീഞ്ഞോണ്ടുണ്ടാക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും ഇത് കഴിക്കൽ വലിയൊരു സുന്നത്താണ്. കാരണം നമ്മളുടെ പ്രവാചകൻ യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിനും ആൾക്കാർക്ക് പച്ചവെള്ളമല്ല കൊടുത്തത്, വീഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് വീഞ്ഞുണ്ടാക്കി കൊടുത്തു എന്ന അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നെ ഒരു സമൂഹം ഒന്നടങ്കം അന്ന് ആ കൂടെ ആ വീഞ്ഞിന്റെ കുപ്പിയിൽ ചാടിപ്പോയിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് എന്ന ആ ഒരു മുഅ്ജിസത്തില് ഇവിടെ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം, പ്രകൃതിദത്തമാകണം വിശ്വാസിയുടെ ജീവിതം, പ്രകൃതിയോട് ഇണങ്ങിയാകണം, പ്രകൃതിയുടെ ആ താളം വിശ്വാസികൾ ഉൾക്കൊള്ളണം എന്നൊക്കെയുള്ള ഒരു സംഗതി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് ആ ഇൽമുൽ യഖീനിന്റെ ദറജയിൽ നിന്ന് ഐനുൽ യഖീനിലേക്ക് എത്തിന. എന്താ ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഉത്തമ ബോധ്യമാണ്. അത് കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതുമായ കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂല് ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു ഇൽമുൽ യഖീനുണ്ട്. ഒരു വിശ്വാസിക്ക് അങ്ങനെ ഒരു സ്വർഗമുണ്ട്, അങ്ങനെ ഒരു നരകമുണ്ട്, അത് വരാൻ പോകുന്നതാണ്. പക്ഷെ നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഐനുൽ യഖീനിലല്ല.
സൂറത്തു തകാസുറില് ഇത് രണ്ടിന്റെയും ആ പ്രത്യേകത ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുത്തുമുൽ മഖാബിർ. കൺസ്യൂമറിസം മനുഷ്യനെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു. ആ പെരുമ നടിക്കല് അത് ഏതുവരെ ഉണ്ടാവും? നിങ്ങൾ നിങ്ങളുടെ ശ്മശാനം സന്ദർശിക്കുന്നത് വരെ. കല്ലാ സൗഫ തഅലമൂൻ. വേണ്ടട്ടോ, നിങ്ങൾക്ക് അതിന്റെ പരിണത ഫലം മനസ്സിലാകാൻ പോകുന്നതേയുള്ളൂ. ഒന്നും കൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഇഹലോകത്തെ പളപളപ്പില് നമ്മളത് അത്ര ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഖുർആൻ പറയാണ്, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. ആദ്യം ഇൽമുൽ യഖീനാണ്, പിന്നെയാണ് വിശുദ്ധ ഖുർആൻ ഐനുൽ യഖീനെ കുറിച്ച് പറഞ്ഞത്. ആ ഇൽമുൽ യഖീന്റെ ദറജയിൽ നിന്ന് ആ സ്വർഗ നരകങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പുങ്കവന് കാണിച്ചു കൊടുത്തു. ആർക്കൊക്കെ നരക ശിക്ഷ ലഭിക്കുന്നു എന്ന കാര്യം കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഈ ഇസ്രാ മിഅ്റാജ് നൽകുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളും സന്ദേശങ്ങളുമാണ്. അതിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക് നാം പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഇൽമുൽ യഖീനുള്ള ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇസ്രാ മിഅ്റാജ് എന്നും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രവാചകനിൽ വെളിപ്പെട്ട ഒരു ദിവ്യ ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താണ്. വിശുദ്ധ ഖുർആനില് ഇസ്രായിനെ കുറിച്ച് സൂറത്തുൽ ഇസ്രായിലും മിഅ്റാജിനെ കുറിച്ച് 54-ാമത്തെ അധ്യായമായ സൂറത്തുൻ നജ്മിലുമാണ് അള്ളാഹു പ്രതിപാദിക്കുന്നത്. ആ ആയത്തുകളാണ് ഖുതുബയുടെ ആദ്യത്തിൽ ഞാൻ ഓതിക്കേൾപ്പിച്ചത്. വലഖദ് റആഹു നസിലതൻ ഉഖ്റ. മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം ആ മലക്കിനെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദ്യം. അത് എവിടെ വെച്ചാണ്? ഇൻദ സിദ്റത്തുൽ മുൻതഹ. ഏഴാനാകാശത്തിന്റെ അറ്റത്തുള്ള ഇലന്ത മരത്തിനടുത്ത് വെച്ച്. ഇലന്ത മരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള ഇലന്ത മരം എന്നാരും വിചാരിക്കണ്ട. അതിനെക്കുറിച്ചൊക്കെ വളരെ വലിയ വിശേഷണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഇലന്ത മരത്തിനടുത്ത് ജന്നത്തുൽ മഅ്വാ, അതിനടുത്താകുന്നു താമസിക്കുവാനുള്ള സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്ത സന്ദർഭത്തിൽ വളരെ വിശാലമായ വിശദീകരണങ്ങൾ ഹദീസിലുണ്ട്. അള്ളാഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാഴ്ചയിൽ തെറ്റിപ്പോയിട്ടില്ല. കാണേണ്ടതൊക്കെ കൃത്യമായി കണ്ടു. എന്നാലോ അതിര് കവിഞ്ഞിട്ടുമില്ല. ഓരോ കാര്യം കാണുമ്പോഴും ആയത്തുകൾ കാണുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അതിനെക്കുറിച്ച് ചോദിച്ച് പഠിച്ചു. പിന്നീട് തൻ്റെ ഉമ്മത്തിന് അത് വിശദീകരിച്ചു കൊടുത്തു. ഖുർആൻ സംക്ഷിപ്തമായിട്ട് അതേക്കുറിച്ച് പറയുന്നത്, ലഖദ് റആ മിൻ ആയാതി റബ്ബിൽ കുബ്റാ. പ്രവാചക പുങ്കവൻ
തന്റെ രക്ഷിതാവിൽ നിന്ന് മഹത്തായ കുറെ ദൃഷ്ടാന്തങ്ങൾ അവിടെ വെച്ച് കാണുകയുണ്ടായി എന്നാണ്. അതിൽപ്പെട്ട നമുക്ക് ആ വാനലോകത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി അള്ളാഹു നൽകിയ ആ ഒരു വലിയ അനുഗ്രഹമാണ് 5 വക്ത് നിസ്കാരം. പ്രത്യേകം പറയേണ്ടതില്ല. അത് ജീവിതത്തിന്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഇസ്ലാമിന്റെ തന്നെ നെടും തൂണാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കൊണ്ടുപോയെങ്കിൽ ഒരു വിശ്വാസിക്ക് തന്റെ റബ്ബുമായിട്ട് മുനാജാത്ത് നടത്താൻ ആത്മീയമായ ഒരു മിഅ്റാജ് ആണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നത്. തന്റെ റബ്ബിനെ മുമ്പിൽ കണ്ടുകൊണ്ട് റബ്ബിനോട് സംസാരിക്കാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ആ റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് അഭിസംബോധനത്തിന്റെ പദപ്രയോഗങ്ങൾ നടത്തി റബ്ബിനോട് സംസാരിക്കാൻ മുനാജാത്ത് നടത്താൻ ഒരു വിശ്വാസിക്ക് അവസരം ലഭിക്കുകയാണ് യഥാർത്ഥത്തിൽ 5 നേരത്തെ നമസ്കാരത്തിലൂടെ. അതുകൊണ്ട് ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം കൂടി ഈ ഇസ്രാ മിഅ്റാജ് സംഭവത്തിൽ വിശ്വാസിക്ക് അത് നൽകുന്ന ഒരു വലിയ സന്ദേശമാണെന്ന് നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പുങ്കവന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്മാനമായ ആ ഇസ്രാ മിഅ്റാജിലെ നമസ്കാരമെന്ന ഇബാദത്ത് യഥാവിധി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ربنا اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا بأنواع رحمتك يا أرحم الراحمين.